പുസ്തകങ്ങളിൽ ഇമ്മട്ടിലെത്ര വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പുസ്തകങ്ങളിൽ ഇമ്മട്ടിൽ എത്ര വിസ്മയങ്ങളാണല്ലേ നിറഞ്ഞിരിക്കുന്നത്. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും ക്ഷയിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തത് എന്നുള്ളതാണല്ലോ. നീട്ടലും കുനിപ്പുകളും എല്ലാമുള്ള അക്ഷരങ്ങൾ വെറും വരകളല്ല. അക്ഷരങ്ങൾ നിറഞ്ഞ പുസ്തകങ്ങൾക്ക് ഒരു മനുഷ്യനെ മാറ്റുവാൻ സാധിക്കും. 37ാം ദേശീയ വായനോത്സവങ്ങളുടെ ഭാഗമായി നടക്കുന്ന വായനദിന ആഘോഷവുമായി സംസ്ഥാനതല ഉദ്ഘാടനം എന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർ നിർവഹിക്കുന്നു. നിലവിളക്കുപുറത്തി നമ്മുടെ ഈ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതുമായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവരെ ഹൃദയം നിറഞ്ഞ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ജൂൺ 19 വായനാ ദിനമാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ ഉയർത്തി വരുന്നത് BN പണിക്കർ. അദ്ദേഹമാണ് കേരളത്തിന് ഗ്രന്ഥശാല പ്രസ്ഥാനം ഉണ്ടാക്കി വായനയുടെ സവിശേഷതകളെ കുറിച്ച് മലയാളിയെ ബോധ്യപ്പെടുത്തി വായിക്കണം എന്ന് നിരന്തരമായി ഈ സംസ്ഥാനം ഉടനീളം ഓടി നടന്നു പറഞ്ഞ ഗുരുതുല്യനായ ഒരാൾ. സത്യത്തിൽ ഓരോ പുസ്തകവും തുറക്കുമ്പോൾ ആ വലിയ മനുഷ്യന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയും. ഒരു കാലത്തും നമുക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരാളാണ് കേരളത്തിൽ BN പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ച് മുന്നേറുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി 1970 നവംബർ ഡിസംബർ മാസങ്ങളിൽ തിരുവനന്തപുരം പാറശാല മുതൽ കാസർഗോഡ് വരെ BN പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ തന്നെ പ്രധാന ഏടുകളിലൊന്നായിരുന്നു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി EK നായനാർ നയിച്ച മന്ത്രിസഭ 1996 അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായ ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിക്കുകയും 2004 ജൂൺ 19 രാജ്യം 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ 2017 കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ചരിത്രത്തിലെ തന്നെ അമൂല്യമായ നാഴികക്കല്ലാണ്. ഒരു സാധാരണക്കാരന്റെ വിയർപ്പിന്റെ വിലയ്ക്ക് മുൻപിൽ രാജ്യം വണങ്ങിയ അസുലഭ നിമിഷമായിരുന്നു അത്. ടുഡേ എ റീഡർ, ടുമോറോ എ ലീഡർ. ഇന്ന് വായിക്കുന്നവരാണ് നാളെ സമൂഹത്തെ നയിക്കുന്നവരായി മാറുന്നത് എന്ന് മാർഗരറ്റ് ഫുള്ളർ ഓർമ്മിപ്പിക്കുന്നു.